ഇത്രയുമായി ഇനി നമ്മൾ ചാടിക്കയറി ഡിസൈൻ ചെയ്യോ? ഇല്ല. ഇനി അടുത്ത സ്റ്റെപ്പാണ്, നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ സെയിം ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ ഈ സെയിം ബിസിനസ് വേറെ ആരൊക്കെയാണ് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തിനു നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം? അവരെ കോപ്പി ചെയ്യാനല്ല, അവരുടെ പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടുള്ള ഗ്യാപ്പിനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ സ്റ്റേയ്സിൻ്റെ ഈ പർട്ടിക്കുലർ ആപ്പിൽ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ വിട്ട് കളഞ്ഞാൽ, നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ റിസർച്ച് ചെയ്തില്ലെങ്കിൽ ഓൾറെഡി യൂസേഴ്സിന് എന്തൊക്കെയാണ് താല്പര്യം, എന്തൊക്കെയാണ് താല്പര്യമില്ലാത്തതെന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കില്ല. മറ്റുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ യൂസേഴ്സിന് എന്താണ് മിസ് ചെയ്യുന്നതും എന്താണ് ഓവർ യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ആപ്പിന് ഇതിനെക്കാട്ടി എങ്ങനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാമെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ആപ്പിന് ടോപ്പ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെയാണ്. ഇതിൽ പറയുന്ന ഓരോന്നിനും ഓരോരോ ഫീച്ചേഴ്സാണ് മികച്ചതായിട്ട് നിൽക്കുന്നത്. ഉദാഹരണം, ഈ ഒരു പ്രോഡക്റ്റിന് ഒരു യൂണീക്ക് സ്റ്റേയിന് അത് ബെസ്റ്റാണ്. പിന്നെ ഈ ഒരു ആപ്പിന് അത് ഫുൾ ഓഫ് റിവ്യൂസും ഫുൾ ഓഫ് ഫിൽറ്റേഴ്സുമാണ്. ഈ പർട്ടിക്കുലർ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ട്രാവലേഴ്സിന് പറ്റിയ സാധനമാണ്. നമ്മൾ ഇത് നോക്കി എന്തൊക്കെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കിയതിന് ശേഷം നമ്മൾ അവരുടെ ആപ്പിൻ്റെ ഡിസൈൻ നമ്മൾ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്തു. അവരെ യൂസർ ഫ്ലോ നല്ലോണം മനസ്സിലാക്കി, അവരുടെ ഫീച്ചേഴ്സ് എന്ത് ഫീച്ചറാണ് അവർ ഓഫർ ചെയ്യുന്നത് മനസ്സിലാക്കി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ബുക്കിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിലൊന്ന് സ്റ്റഡി ചെയ്തു. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഏതൊക്കെ കാര്യത്തിലാണ് ഗുഡ് ആൻഡ് ബെസ്റ്റ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം അതിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കി. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ 5 കോമ്പറ്റീറ്റേഴ്സിനെ നിങ്ങൾ നല്ല